ഞങ്ങളൊക്കെ തന്നെ. അതെയാ? എങ്ങനെ ഉണ്ടായി? ചിരിക്കേ, നന്നായി ചിരിക്കേ, പല്ലൊക്കെ കാണട്ടെ. പല്ലില്ലേ? പല്ലില്ല. കണ്ടത്തിന്റെ ഓണർ ഒന്നും പറയില്ലേ? 20 പറ അവർക്ക് കൊടുത്താ നമുക്ക് ഒരു ചിരിക്കേ, നന്നായി ചിരിക്കേ, പല്ലൊക്കെ കാണട്ടെ. പല്ലില്ലേ? പല്ലില്ല. പിന്നെ ചാവയ്ക്കണ നല്ലോണം അരക്കണ്ടല്ലോ. അടക്ക നല്ലോണം കേട്ടിടൂ, പല്ലില്ല പറയണു. അതെങ്ങനെ കുത്തിപ്പൊളിക്കോ? കുത്തിപ്പൊളിച്ചു. ആര് വാങ്ങിച്ചു തരും? മക്കളുണ്ട്. കതിര് പെറുക്കി പറഞ്ഞാൽ കതിരൊക്കെ പെറുക്കി എടുക്കേ? കാണിക്ക് നോക്കട്ടെ. ഇതിങ്ങനെ കൊയ്യുമ്പോ വേസ്റ്റ് വരുന്നതാണല്ലേ, സൈഡൊക്കെ വീണ് പോണത്. അതിനൊക്കെ പെറുക്കി എടുക്കും അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യും? വീട്ടിൽ കൊണ്ടുപോകും. എന്നിട്ട് മെതിക്കും അല്ലേ? അത് ശരി. അപ്പൊ ഇത് കണ്ടത്തിന്റെ ഓണർ ഒന്നും പറയില്ലേ? കതിര് തന്നെ അല്ലേ? ഇത് എപ്പോഴും കൊയ്യുമ്പോ ഇങ്ങനെ വരുമോ? പണ്ട് മുതലുള്ള ശീലമാണ്. അത് ശരി, അത് ശരി. നേരത്തെ കൊയ്യാനൊക്കെ പോയിട്ടുണ്ടായിരുന്നോ? എങ്ങനെ? അതെയോ? പണ്ട് ഈ ഒരു ഇതിപ്പോ 10 പറ ഉണ്ടാവില്ലേ കണ്ണം? 100 സെന്റ് അല്ലേ? 10 പറ കണ്ണം. ഇത് കൊയ്യാൻ എത്ര സമയം എടുക്കും പണ്ടൊക്കെ? 15 ആള് വേണം ഇത് കൊയ്യാൻ. ഇതിപ്പോ ഒരു മെഷീൻ കൊണ്ട് 1 മണിക്കൂർ കൊണ്ട് കഴിയും അല്ലേ? മണിയാക്കുക. മണിയാക്കുക പറഞ്ഞത് കൊഴിച്ചെടുക്കുക. കാറ്റത്തിടും. കാറ്റത്തിട്ട് വേസ്റ്റ് ഒക്കെ കളയും. നെല്ല് വെക്കും അല്ലേ? അതായത് മുതലാളിക്ക് 6 പറ കർഷകന്, അപ്പൊ തൊഴിലാളിക്ക് 1 പറ. അത് നിങ്ങൾ 10 ആളുണ്ടെങ്കിലും ഒരാളുണ്ടെങ്കിലും വീതിച്ചെടുക്കും അല്ലേ? അപ്പൊ ഒരു ദിവസം എത്ര കിട്ടും ഏകദേശം? 2 പറ കിട്ടും. 2.5 പറ പറഞ്ഞാൽ 1 പറ പറഞ്ഞാൽ 10 കിലോ ഉണ്ടാവില്ലേ? 2.5 പറ പറഞ്ഞാൽ 25 കിലോ, 1 പറ 10 കിലോ. അപ്പൊ 2.5 പറ ഏകദേശം 25 കിലോ കിട്ടും. ഓ, കൂലി നല്ല കൂലിയാണ് അപ്പൊ അല്ലേ? അപ്പൊ നിങ്ങൾ ചെറുതായിരിക്കുമ്പോഴേ, അതായത് നിങ്ങൾ ഫസ്റ്റ് പണിക്കൊക്കെ ഇറങ്ങുന്ന കാലത്തെ എത്രയായിരുന്നു പതമ്പ്? ഓർമ്മയുണ്ടാ? ഈ പതമ്പ് പറയുന്നല്ലേ ഇതിന്റെ കണക്ക്? 20 പറ അവർക്ക് കൊടുത്താ നമുക്ക് 1 പറ. നിങ്ങൾ ആദ്യം പണിക്ക് ഇറങ്ങിയപ്പോ? പിന്നെ എന്റെ കുട്ടിക്കാലത്ത് പിന്നെ 15 പിന്നെ 15 പറ മുതലാളിക്ക് കൊടുത്താ നമുക്ക് 1 പറ. പിന്നെ 10 10 പിന്നെയും സിന്ദാബാദ് വിളിച്ചു. ആരാ സിന്ദാബാദ് വിളിച്ചു? ഞങ്ങളൊക്കെ തന്നെ. അതെയാ? എങ്ങനെ ഉണ്ടായി? അന്ന് നമ്മുടെ ചോകലിയൊക്കെ ഊറ്റിയതാണ് അവര്. അതെയാ? മുതലാളിമാര് നിങ്ങളുടെ അച്ഛനും ഞങ്ങളുടെ അച്ഛന്മാരൊക്കെ ഉണ്ടാവുന്ന കാലത്തായി അവര് ചോകലിയൊക്കെ ഊറ്റിയെടുത്താണ്. അതെയാ? ശരി, ശരി. അപ്പൊ അമ്മ ഇവിടെ എന്താണ് പാർട്ടിന്റെ ആളൊക്കെ ആയിരുന്നു തോന്നുന്നു. കമ്മ്യൂണിസ്റ്റുകാരാണ് നിങ്ങള്? അതെ. കൊടിയൊക്കെ പിടിക്കും? അതെയാ? കൊടി പിടിക്കില്ല. പിന്നെ കൊടി പിടിക്കാതെ അങ്ങനെ കിട്ടുന്നതൊക്കെ. അതെ അല്ലെ? കൊടി പിടിച്ച് നിങ്ങൾ കഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഈ കൂലിയൊക്കെ വന്നെന്നാ പറയുന്നത്. ഞങ്ങൾ കഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ഈ കൂലിയൊക്കെ ഇങ്ങനെ ആയത്. അപ്പൊ അന്ന് 20 പറയ്ക്ക് മുതലാളിക്ക് ഇത് വലിയ വൃത്തിയാക്കി കൊടുത്ത 1 പറ കിട്ടിയിരുന്ന കാലത്തുനിന്ന് 6 പറ കൊടുത്ത 6 പറ കൊടുത്ത 1 പറ കിട്ടുന്ന ഇതൊക്കെയായി. അതിന്റെ ഇടയിൽ കൂടെ മിഷ്യൻ വന്നപ്പോ ആ പൊയില് പോയി അല്ലേ? അത് പോയി. പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷം? പണ്ട് കൊയ്ത്തിന് പാട്ടൊക്കെ പാടുമോ നിങ്ങള്? കൊയ്ത്ത് പാട്ടൊക്കെ ഉണ്ടാ? പാട്ടൊന്നും പാടില്ല? എന്തെങ്കിലും പാട്ട് പാടി നോക്കട്ടെ, പണ്ടത്തെ ഓർമ്മയില് നോക്കട്ടെ. അടുത്ത നാളം വന്നു. അടുത്ത തലമുറയില് ഞങ്ങളെ പോലുള്ളവർക്ക് അറിയണ്ട. ഇപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോഴല്ലേ? നിങ്ങൾ ഞങ്ങളുടെ മക്കളാണ്, എന്റെ മകനാണ്. നിങ്ങളെ പോലത്തെ 2 മക്കൾ അതുപോലെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ അന്ന് പാട്ട് പാടിയത് ഓർമ്മയുണ്ടോ? എന്നാലും 2 പേരും ഒക്കെ ഓർമ്മയുണ്ടാവും. അതാ അച്ഛന് 1 കാല് 1 ഉപ്പി 4 അണിയും പെണ്ണുങ്ങൾക്ക് 75 കൂലിയാണ്. നമ്മുടെ അപ്പനമ്മയ്ക്കും
അത് കൊണ്ടുപോയിട്ട് നമ്മളൊക്കെ പെരത്തിയെടുക്കണം അവര്. എന്താ അത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്. മക്കൾക്ക് അത്ര വില ഓർമ്മയില്ല.